ഹലോ. യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ അതിനെ പിന്നോട്ട് വലിക്കുന്നത് നമ്മളെ ചിലവുകളാണ്. അപ്പം നമുക്ക് ചിലവ് കുറച്ച്, അതും ഒരു വിദേശ രാജ്യം, അതായത് കോലാലംപൂർ എങ്ങനെ പോയി വരാമെന്നുള്ളതിനെ പറ്റിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ. അപ്പം എല്ലാവർക്കും FT വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കോലാലംപൂരിലേക്ക് യാത്രയെപ്പറ്റി പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. നമ്മളെ യാത്ര ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇപ്പം ഒരു റീസെൻ്റ് ആയിട്ട് ഒരു 3 മന്തായിട്ട് അവിടെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചീപ്പായിട്ടായിരുന്നു അന്ന് ടിക്കറ്റ് കിട്ടിയത്. പക്ഷേ സീസൺ അനുസരിച്ച് അതിന് ആ റേറ്റിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ നല്ല റേറ്റിന് ടിക്കറ്റ് കിട്ടും. പെട്ടെന്നാണെങ്കിൽ അത് 10,000 15,000 ഒക്കെ ആവും. നല്ലോണം മുന്നോട്ട് പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ 5,000-നും 4,000-നും 6,000-നും റേറ്റിനൊക്കെ കിട്ടും. നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ കോലാലംപൂർ, ഇത് എയർ ഏഷ്യയുടെ സൈറ്റാണ്. എയർ ഏഷ്യ 3 ആദ്യം എയർ ഏഷ്യ എന്നായിരുന്നു, ഇപ്പോൾ അവർ റീനെയിം ചെയ്ത് എയർ ഏഷ്യ 3 ആക്കി. സെയിം ഇത് നമ്മളെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ആൻഡ്രോയിഡ് ആപ്പിളിലും എല്ലാം ലഭ്യമാണ് ഈ ആപ്പ് എയർ ഏഷ്യയുടെ. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക, നെയിം അടിക്കുക, ഇമെയിൽ ID, ഫോൺ നമ്പർ എല്ലാം സാധാ നോർമൽ ആപ്പിനകത്ത് ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് കിടക്കുന്നത് 5,900 കാണുന്നുണ്ട്. 17-ാം തീയതി ഓഗസ്റ്റിൽ തന്നെ ഈ റേറ്റിന് കിട്ടുന്നുണ്ട്. അപ്പം മുന്നോട്ട് പ്ലാൻ ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഇതിലും റേറ്റ് കുറച്ചൊക്കെ കിട്ടും. ജസ്റ്റ് നമുക്കൊരു 1 വേയുടെ ഇത് കാണിച്ചു തരാം. സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽ വരും. ഇത്തിരി സ്ലോ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ഫ്ലൈറ്റ് തുടങ്ങുന്നത്? ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ഇതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:30-ക്കാണ്, ഉച്ചയ്ക്ക് 12:30 പുലർച്ചെ 12:30-ക്ക് 12:25-ന് ഫ്ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് ഒരു 4 മണിക്കൂർ 10 മിനിറ്റ് ജേണി ഉണ്ട്. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് അത്. പക്ഷേ ഇവിടുത്തെ ടൈമും കോലാലംപൂർ മലേഷ്യൻ ടൈമുമായിട്ട് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മലേഷ്യയിൽ ഇത് രാവിലെ കോലാലംപൂർ എയർപോർട്ടിൽ 7 മണിക്ക് എത്തുക. പുലർച്ചെ 7 മണിക്കാണ് ഈ ഫ്ലൈറ്റ് അവിടെ എത്തുക. അപ്പോൾ ആ ടൈമിലുണ്ട് ഡിഫറൻസ് എന്തായാലും നമ്മൾ മനസ്സിൽ കാണണം. 12:30 എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ എത്തണം. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫെയറിലേക്ക് പോവും. ഫെയറിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഡിംഗ് ആണ്, വെയിറ്റ് ചെയ്യുക. വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം കോലാലംപൂർ നോൺ സ്റ്റോപ്പ്. ഇതിനകത്ത് ഇപ്പം ഫ്ലൈറ്റ് നിങ്ങൾ ഫെയർ കണ്ടോ, 8,690 ആയത് കണ്ടോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലെസ് ലഗേജ് ആയിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ചീപ്പ് അതാണ്. ബേസ് ഫെയർ 1,056, ടാക്സ് ആഡ് ഓൺസ് കണ്ടോ 2,692 എന്നുള്ളത്. ഈ 2,692 എന്ന് പറഞ്ഞാൽ നമ്മളെ ബാഗേജ് ആണ്. അതായത് 7 കിലോ ബാഗേജ് വരെയാണെങ്കിൽ നമുക്ക് ഒരു ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ട, ടിക്കറ്റ് ഫെയർ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഈ 20 കിലോ ബാഗേജ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2,692 രൂപ കൂടി പേ ചെയ്യണം. അപ്പം സിംഗിളായിട്ട് പോവുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2 പേരാണെങ്കിലും കുഴപ്പമില്ല, 2 ബാഗായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ ക്യാരി ഓൺ ചെയ്ത് ഫ്ലൈറ്റിനകത്ത് വെക്കാൻ പറ്റും. സിംഗിൾ ബാഗിൽ പാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മതി. 2 പേര് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ 2 പേരും 2 കുട്ടികളുണ്ട്, എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ 4 ബാഗായിട്ട് പാക്ക് ചെയ്താൽ നമുക്ക് ഈ ചാർജ് ഒഴിവാക്കാം, 2,692 എന്നുള്ള ഒഴിവാക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ 2,000 രൂപ കൊടുക്കുക, സിംഗിൾ ബാഗിനകത്ത് പാക്ക് ചെയ്യുക. 20 കിലോയുടെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ ബാഗായിട്ടും കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് ഇതിനകത്ത് മോഡിഫൈ കൊടുക്കുക. 20 കിലോ, ഇവിടെ 7 കിലോ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഞങ്ങൾക്കൊരു 7 കിലോ കൂടി കൊണ്ടുപോയാൽ മതി എന്നുണ്ടെങ്കിൽ 1,100 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ അപ്പോൾ ടോട്ടൽ നമുക്ക് 14 കിലോ കൊണ്ടുപോകാം. പോരാ 20 കിലോ ചെക്ക് ഇൻ ബാഗേജ്, ഇത് ക്യാരി ഓൺ ബാഗേജ് ആണ്. ഈ മുകളിൽ കൊടുക്കുന്ന 7+7 ക്യാരി, അതായത് നമ്മൾ ഫ്ലൈറ്റിനകത്ത് വെക്കാം. പക്ഷേ ആ ബാഗിന് സൈസ് ഉണ്ട്, ഇവിടെ സൈസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സൈസിനകത്തുള്ള ഇതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ സൈസ്. അപ്പോൾ നമ്മളിതിവിടെ നണ്ണാക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫെയർ 5,998 തന്നെ വന്നു. ഈ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസം വരും. ചിലപ്പോൾ 6 ആവും, ചിലപ്പോൾ 5,500 ആവും. ഇത് ചിലപ്പം സൈറ്റ് വൈസ് വ്യത്യാസവും വരാം കേട്ടോ. ഈ എയർ ഏഷ്യയിലല്ലാതെ നമുക്ക് മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്യുക, ഗോയിബിബോയിൽ ബുക്ക് ചെയ്യുക. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഉണ്ട്.
എല്ലാത്തിനകത്തും ഉണ്ട്. നമുക്ക് ഏതിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫർ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതാത് സൈറ്റ് നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻസ് കുറയും. അതൊക്കെ നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും. ചിലപ്പം ബാങ്ക് ഓഫേഴ്സ് ഉണ്ടാവും, പല ക്രെഡിറ്റ് കാർഡിന് ഓഫേഴ്സ് ഉണ്ടാവും. അപ്പം ക്രെഡിറ്റ് കാർഡിന് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിന് ചിലപ്പം നിങ്ങൾക്ക് 10%, 15% അങ്ങനെ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഈ ഫെയറിൽ ഇവിടെ വരും. ഇത്രയേ ഉള്ളൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ എല്ലാം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു ഏകദേശം ഒരു ധാരണയൊക്കെയായി. പിന്നെ പേരടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ പാസ്പോർട്ടിനകത്ത് എങ്ങനെയാണോ പേരുള്ളത് സെയിം പേരായിരിക്കണം നമ്മൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിനകത്തും കൊടുക്കുന്നത്. അതിനകത്തൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ID പ്രൂഫ് അവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പേരിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ടൈം ഉണ്ട്. അതിനകത്ത് നമ്മൾ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ഔട്ട് ആയി പോവും. അത്ര നേരെ സീറ്റ് ഹോൾഡ് ആവുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി ഫോൺ നമ്പറൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന നമ്മൾ ഡീറ്റെയിൽ അതിലേക്ക് മെസ്സേജ് വരും. സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട്. ഫുഡ് ആഡ് ചെയ്യുക. ഇൻഷുറൻസ് വേണമെങ്കിൽ അതുണ്ട്. അതിനൊക്കെ എക്സ്ട്രാ ചാർജുകളാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൽക്കാലം ബേസിക്കായിട്ട് പോയി വരണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും ചിലവരുടെ സിമ്മുകളിലൊക്കെ റോമിംഗ് ഉണ്ടാവും. എന്നാലും നമുക്ക് അതാത് സ്ഥലത്തെ സിം എടുക്കുന്നതാണ് ബെറ്റർ. അതാകുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് നെറ്റ് യൂസ് ചെയ്യാനുണ്ടാവും. അതുപോലെ എല്ലാത്തിനും അവിടെ കൂടുതലായിട്ട് റേഞ്ചും എല്ലാ കാര്യങ്ങളും അതാത് നാടുകളിലെ സിമ്മായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്മ് വേണമെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് സിം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് പോവാം. ബെറ്റർ ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകുന്നതാണ്. അവിടെ പോയാലും കിട്ടും, അതിന് ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. എക്സിറ്റ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് സിമ്മിൻ്റെ. ഇവിടുന്ന് പോകുമ്പം ബുക്ക് ചെയ്യാന്നാണെങ്കിൽ ഒരു ക്ലൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതേപോലെ അവരുടെ സൈറ്റും ഉണ്ട്. നമ്മളെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ക്ലൂക്കിൻ്റെ ആപ്പ് കാണാം, അത് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അതിന് മുകളിൽ നമ്മൾ ജസ്റ്റ് സിം മലേഷ്യ എന്നടിക്കുക. സിം തായ്ലാൻഡ് ഉണ്ട്, അതേപോലെ സിം മലേഷ്യ എന്നടിച്ചാൽ മലേഷ്യയുടെ കിട്ടും. അതിനകത്ത് നമ്മൾ ഇതേപോലെ ലോഗിൻ ചെയ്യണം. ഇമെയിൽ ID ഫോൺ നമ്പറോ ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. അപ്പം നമ്മൾ മെസ്സേജ് വരും, അതേപോലെ ഇമെയിലും വരും. നോർമൽ നമ്മളെല്ലാം ഈ ജിമെയിലെല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് അടിച്ച് ലോഗിൻ ചെയ്താൽ മതി. ജസ്റ്റ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊവൈഡേഴ്സ് കാണും. അതിനകത്ത് നമ്മൾ ഡേയ്സ് ഉണ്ട്, അതിനകത്ത് ഡേയ്സ് സെലക്ട് ചെയ്യുക. അതേപോലെ നമുക്ക് എത്ര നെറ്റ് വേണം എന്ന് വിചാരിച്ച് അത് ചെയ്യുക. ഇനിയിപ്പോൾ ഇ സിം വേണമെങ്കിൽ ഇ സിം ഉണ്ട്. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇ സിം ആണോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ സിം ആണോ കിട്ടുന്നതെന്ന് ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ വൈഫൈ കോളിങ്ങിന് മാത്രമുള്ള സിമ്മുകളുണ്ട്. പിന്നെ മലേഷ്യയും തായ്ലൻഡും കൂടി ഉപയോഗിക്കാവുന്ന സിമ്മുകളുണ്ട്. അത് നോക്കിയിട്ട് നമ്മളിപ്പം ഡിജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കവറേജ് ഉള്ളൊരു ഓപ്പറേറ്ററാണ് അവിടെ. ഡിജിയുടെ സിം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ 626 ഇന്ത്യൻ റുപ്പീസാണ് കാണിക്കുന്നത്. ഈ ക്ലൂക്കിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു പാക്കേജ് പോലത്തെ ഒരു പരിപാടി ഉണ്ട്. അത് നമ്മളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 600 രൂപ 700 രൂപ ഇടയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്ലൂക്ക് പാസ് എന്ന് പറയും. ക്ലൂക്ക് പാസ് തായ്ലാൻഡിൻ്റെ ഉണ്ട്, മലേഷ്യയുടെ ഉണ്ട്, സിംഗപ്പൂരിൻ്റെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഓരോ രാജ്യങ്ങളുടെയും പാസുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. പാസ് വിത്ത് അത് അവിടുത്തെ സൈറ്റ് സീയിങ് അടക്കമുള്ള പാസുകളുണ്ട്. ഈ പാസ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ഈ പാസ് എടുത്തു കഴിഞ്ഞാൽ പാസിനകത്ത് ബേസിക് പാക്ക് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടേ ഉള്ളൂ. കൂടാതെ കുറേ ആഡ് ഓൺ ഉള്ള പാക്കുകളുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കുറേ അട്രാക്ഷൻസിൽ പോകുമ്പം ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് 10%, 20% ഒക്കെ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് തീം പാർക്ക് പോലെ വാട്ടർ പാർക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേപോലെ പാർക്ക് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബെനിഫിറ്റ് ഇവിടെ മുടക്കുന്ന ഒരു 1000 അല്ലെങ്കിൽ 800 രൂപ മുടക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ഈ ബുക്ക് ചെയ്യുന്നതിൽ കിട്ടും. ജസ്റ്റ് സിമ്മ് മാത്രം എടുക്കുന്നവരാണെന്ന് വെച്ചാൽ പാക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്റ്റ് സിമ്മിൽ പോയിട്ട് സിമ്മ് മാത്രം എടുത്താൽ മതി. അപ്പോൾ സിം എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളവർ ചിലപ്പം പാസ്പോർട്ട് നമ്പറോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിക്കുക. പിന്നെ അതിനെന്താ വെച്ചാൽ പോകുന്നതിൻ്റെ ഒരുപാട് മുന്നേ ബുക്ക് ചെയ്യേണ്ട. അതിനകത്ത് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 30 ദിവസമോ 40 ദിവസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ബുക്ക് കൊടുക്കുക. ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കാണിക്കും. ഡീറ്റെയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് നെയിം അടിക്കുക, കൺട്രി അടിക്കുക, ഫോൺ നമ്പർ അടിക്കുക, ഇമെയിൽ അടിക്കുക, ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ എന്താ പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രൊമോ കോഡൊക്കെ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% 15% നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. അതാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. പിന്നെ ഇത് ജസ്റ്റ് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വരും. ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഇമെയിലിൻ്റെ ജസ്റ്റ് നമ്മൾ മൊബൈലിലുണ്ടായാൽ മതി, പ്രിൻ്റ് ഔട്ടൊന്നും വേണ്ട. ചിലപ്പോൾ മെസ്സേജ് വരും. അപ്പോൾ ഇതായിട്ട് നമ്മൾ അവിടെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളെ അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരും. അതിനകത്തൊരു ഡിജിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് സിം കിട്ടില്ല. നമ്മളെ അവിടുത്തെ എല്ലാ എയർപോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സംഭവമാണ് വരുന്നത്. അവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിജി എന്ന് എഴുതിയ വലിയൊരു ഷോറൂം കാണാം. അവിടെ ചെന്ന് ജസ്റ്റ് നമ്മൾ ഈ മെസ്സേജ് ഷോ ചെയ്താൽ മതി. അപ്പോൾ അവർ നമ്മളതിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങും. പാസ്പോർട്ട് നമ്പർ അവിടെ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് സിം അവർ തന്നെ മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്ത് തരും. ഒരു 1/4 മണിക്കൂർ എടുക്കും ആക്റ്റീവ് ആവാൻ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനകത്ത് നമുക്ക് കോള് ചെയ്യാനുള്ള ബാലൻസ് കാണില്ല. അതിന് വേണമെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യണം. പക്ഷേ ഇൻകമിങ് കോള് വരും. മെയിൻ നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യാണ് ബെറ്റർ. അതാകുമ്പോൾ അതിനകത്ത് നെറ്റ് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ മാത്രമുണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം വാട്സപ്പ് കോൾ ചെയ്യുക. അല്ലാണ്ട് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യണം. ബെറ്ററായിട്ട് വാട്സപ്പ് കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടുള്ള എന്തും ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ സിമ്മുമായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി കാര്യങ്ങൾ അടുത്തായിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പം എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അധികവും എത്തുക അവിടെ ടെർമിനൽ 2-ലായിരിക്കും. ഇനിയിപ്പോൾ മറ്റു വല്ല ഫ്ലൈറ്റുകളാണെങ്കിൽ ചിലപ്പം ടെർമിനൽ 1 ആയിരിക്കും. ഈ ഇവിടെ നമ്മൾ മലേഷ്യയിൽ കൊലാലംപൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എയർപോർട്ടും ടൗണുമായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിൻ്റെ കാർ ഡ്രൈവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ബസ് അവൈലബിൾ ആണ്, ടാക്സി കിട്ടും. പിന്നെ അവിടുന്ന് ട്രെയിൻ ഉണ്ട്. ട്രെയിന് 2 ടൈപ്പ് ട്രെയിൻ ഉണ്ട്. ഒന്ന് ക്ലിയ എക്സ്പ്രസ് ഉണ്ട്, ക്ലിയ ട്രാൻസിറ്റും ഉണ്ട്. പിന്നെ ഒരുപാട് ബസ് സർവീസും ഉണ്ട്. എയർപോർട്ടിന് പുറത്ത് തന്നെ ബസ് സർവീസും ഉണ്ട്. അത് നമുക്ക് ഓൺലൈനാണെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയാലും ടിക്കറ്റ് കിട്ടും. ബുദ്ധിമുട്ടില്ല. ടാക്സി ആണെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. 1500-2000 രൂപയുടെ അടുത്ത് ടാക്സിക്ക് വരും. അപ്പം ട്രെയിനാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലിയ ഇതിനകത്ത് അവരെ സൈറ്റിൽ കയറുക. ക്ലിയ എക്സ്പ്രസിന് സൈറ്റിൽ കയറിയാൽ നമ്മൾ എവിടുന്നാണ് പോകുന്നത് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യണം. അതായത് ടെർമിനൽ 1 ആണോ 2 ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എയർ ഏഷ്യയിൽ ഫ്ലൈറ്റിൽ വരുന്നവരൊക്കെ ടെർമിനൽ 2-ലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടെർമിനൽ 2 എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ KL സെൻട്രലിൽ നിന്നാണ് അവരെ ട്രെയിൻ അതുവരെ പോകുന്നത്. അപ്പം ജസ്റ്റ് ഡേറ്റ് നമുക്ക് ഇപ്പം നാളത്തെ ഡേറ്റ് കൊടുക്കണം. ഡേറ്റ് കൊടുത്തിട്ട് ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം കേട്ടോ. എല്ലാ സൈറ്റിനകത്ത് കയറിയാലും നമ്മൾ ഇമെയിൽ ID യും മറ്റു ഡീറ്റെയിലും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. ഇതിപ്പം 49.5 RMB വരുന്നത്. മലേഷ്യൻ റിംഗിറ്റാണ് വരുന്നത്. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 10% ഡിസ്കൗണ്ടും കിട്ടും. എന്നാലും 49 റിംഗിറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 800 രൂപയുടെ അടുത്ത് നമുക്ക് ട്രെയിൻ ഫെയർ വരും 1 വേ. ഇത് 2 സൈഡ് എടുക്കുമ്പോൾ ചെറിയ എന്തോ ഒരു ഡിസ്കൗണ്ട് വരും, അത്രയേ ഉള്ളൂ. അത് കൂടാതെ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരൊരു ക്ലിയ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്. അതിനകത്ത് നമ്മളിപ്പം ക്ലിയ സെൻട്രലിൽ T2 നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അവർ 2-നും ഒരേ റേറ്റാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പം KL സെൻട്രലിൽ നിന്ന് ക്ലിയ എക്സ്പ്രസ് എടുത്താലും ക്ലിയ ട്രാൻസിറ്റ് എടുത്താലും അവർ പറയും 50 റിംഗിറ്റ് വരുന്നു. അപ്പോൾ അവർ ക്ലിയ എക്സ്പ്രസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലിയ എക്സ്പ്രസ്സിലേക്ക് പോകും. ക്ലിയ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പുകൾ കൂടുതലായിരിക്കും. ഈ എക്സ്പ്രസ്സിന് സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പാണ്. അതായത് ഇവിടുന്ന് T1 T2 ആ 2 എയർപോർട്ടിൽ നിന്ന് ആളെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ KL സെൻട്രലിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. അപ്പം ക്ലിയ ട്രാൻസിറ്റിന് നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനല്ല, നമുക്കൊരു എളുപ്പവഴി. അതിപ്പം KL സെൻട്രലിലേക്ക് ഡയറക്റ്റ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമേ എക്സ്പ്രസ് മാത്രമേ ഇതിനകത്ത് ഷോ ആവുള്ളൂ. പുത്രജയ സൈപ്രജയ KL2
സെലക്ട് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്താൽ നമുക്ക് 8.5 RMB വരുന്നുള്ളൂ. ഇത് സിംഗിൾ ട്രിപ്പിന്. എന്നും 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇനി നമുക്ക് പുത്രജയ ടു KL സെൻട്രൽ ടിക്കറ്റ് കൊടുക്കാം. അപ്പം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 12 റിങ്കറ്റ്. ഇപ്പോൾ രണ്ടും കൂടി നമുക്ക് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞൊരു 20 റിങ്കറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ 50 കൊടുക്കണം, ഇവിടെ 20 കൊടുത്താൽ മതി. 30 റിങ്കറ്റിൻ്റെ ലാഭമുണ്ട്. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ടിക്കറ്റ് കിട്ടുള്ളൂ ട്രാൻസിറ്റിന്. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത പൈസ ലാഭിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പോവാം. പിന്നെ അതിനകത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് 3-4 സ്റ്റോപ്പ് ഉണ്ട്. ഇതൊരു 36 മിനിറ്റ് എടുക്കും, മറ്റേതാകുമ്പോൾ ഒരു 28 മിനിറ്റ് എടുക്കും. ഒരു 8 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് ക്ലിയർ ട്രാൻസിറ്റും ക്ലിയർ എക്സ്പ്രസ്സുമായിട്ട്. അപ്പം അത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ റിട്ടേൺ ഡേറ്റ് നമുക്ക് കൺഫേം ആണെങ്കിൽ ആദ്യമേ KL സെൻട്രലിൽ നിന്ന് തിരിച്ചും ഉള്ള ടിക്കറ്റ് റിട്ടേൺ അടക്കം എടുക്കുകയാണെങ്കിൽ ഒരു 5 റിങ്കറ്റിൻ്റെ അല്ലെ 6 റിങ്കറ്റിൻ്റെ എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കൺഫേം ആണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെ പിന്നെ എടുത്താലും മതി. ഇത് ഡയറക്റ്റ് കൗണ്ടർ വഴിയും ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ 10% ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അത് തന്നെ അതിനകത്തൊരു വ്യത്യാസം കാണുന്നു. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ബസ്സുകൾ അവൈലബിൾ ആണ്. അതായത് T2 to KL സെൻട്രൽ ബസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ബസ് വരും. അതുപോലെ വേറെയും ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. നമുക്ക് റെഡ് ബസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഓരോ 15-20 മിനിറ്റിലും ബസ്സും ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സുണ്ട്. 15 RMB ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുക്കും എന്താണെങ്കിലും. ഇതിപ്പം T2 to KL സെൻട്രൽ 1.25 മണിക്കൂർ എടുക്കും ചില ബസ്സുകൾ 2 മണിക്കൂർ. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 3/4 മണിക്കൂർ എന്ന് കാണിച്ചാലും 3/4 മണിക്കൂറിന് എത്തിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ 1.25 മണിക്കൂറോളം എടുക്കും ചില ബസ്സുകൾ. ബസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ബസ്സിന് പോയാലും മതി. ജസ്റ്റ് പുറത്ത് തന്നെയാണ് അതിൻ്റെ കൗണ്ടർ. അവിടെ നിന്ന് തന്നെ ടിക്കറ്റും കിട്ടും. ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സീറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും എപ്പോഴും. പിന്നെ അതുപോലെ ഈ ക്ലിയക്കകത്ത് നമുക്ക് രാവിലെ 5 മണി മുതൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണി മുതൽ നമ്മളെ ഫ്ലൈറ്റ് 7 മണിക്കാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പം പിന്നെ ടാക്സി വേണമെങ്കിൽ അതിന് പുറത്ത് തന്നെ ടാക്സി കൗണ്ടർ ഉണ്ട്. ഡയറക്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എമൗണ്ട് അവിടെ നിന്ന് പറയും. അതൊരു എനിക്ക് തോന്നുന്നു 1500-2000 രൂപയ്ക്കകത്ത് ചാർജ് വരും. ഒരു 4 ആളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ടാക്സി ഓപ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിം എടുക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ KL സെൻട്രലിലേക്ക് നമുക്ക് പോകാനുള്ള 2-3 മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മളെ കയ്യിലിരിക്കുന്ന ക്യാഷിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നമുക്ക് എക്കണോമിക്കായിട്ട് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് റൂം എങ്ങനെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുന്ന് റൂം എങ്ങനെ ബുക്ക് ചെയ്ത് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടും, പിന്നെ അവിടെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അട്രാക്ഷൻസ് എങ്ങനെ ബുക്ക് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം എല്ലാ വീഡിയോസിലും എല്ലാ കണ്ടൻറ്റും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ ബൈ.